അങ്ങനെ ഈ ടീം പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള ആ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഒരുപാട് റൈഡൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ ഭയങ്കര ലേറ്റ് ആയിക്കൊണ്ടാണ് ഇവർ വരുന്നത്. എന്നാൽ ഇവർക്കിടയിൽ യുവും യൂച്ചിയുമില്ല. അവർക്ക് കുറച്ച് പ്രൈവസി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടാതെയാണ് ഇവരിങ്ങനെ വന്നിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ എങ്ങനെ കയറാനാ, അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്, അവിടെ ഗേറ്റൊക്കെ ക്ലോസ് ആയിട്ടുണ്ടാകും, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നും ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരാൾ സജഷൻ പറയുന്നത്, എന്നാൽ പിന്നെ നമുക്ക് ചെങ്ങിൻ്റെ വീട്ടിലോട്ട് പോയാലോ എന്ന്. ആ ഒരു വീട് ഇതിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെയാണ് അവൻ ആ ഒരു ഓപ്ഷൻ പറഞ്ഞത്. അതിൽ പെട്ടെന്ന് തന്നെ ബേ അത് വേണ്ട, അത് പറ്റില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ ചെങ്ങാണെങ്കിലോ ഓക്കെ എൻ്റെ വീട്ടിലോട്ട് പോകാം, എനിക്ക് സമ്മതമാണെന്ന് പറയും. നീ കള്ളുംപുറത്ത് പറയുകയൊന്നുമല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് ഒരു കുഴപ്പമില്ല, എന്നെൻ്റെ വീട്ടിലേക്ക് നമുക്കെല്ലാവർക്കും താമസിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ ടാക്സിയൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ അതേസമയം ഇവിടെ യൂച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. യു ആണെങ്കിലോ കുറച്ച് മുന്നേ തന്നെ ഇവരെല്ലാവരും ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ആകെ ബോധം പോകുന്ന അവസ്ഥയായിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് വെള്ളവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് വരികയാണ്. എന്നാൽ അവന് അതും കൊണ്ട് വന്നപ്പോഴേക്കും ഇവിടെ ആരെയും കാണുന്നില്ല. ചോദിക്കുമ്പോഴോ യൂച്ചി പറയുന്നുണ്ട് അവരൊക്കെ പോയെന്ന്. എന്നാൽ ഇവനിങ്ങനെ വിഷമം പറയുകയാണ്, അവരൊക്കെ കുടിച്ചാകെ ഫിറ്റായിട്ട് നിൽക്കുകയായിരുന്നു, എന്തിനാ അവരിപ്പോൾ വിട്ടത്, അവരൊക്കെ എന്തെങ്കിലും അപകടത്തിൽപ്പെടുമോ എന്നൊക്കെ ആവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ പറ്റി ഇങ്ങനെ കൂടുതലായിട്ട് കെയർ ചെയ്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിന് യൂച്ചി പറയും, നിനക്ക് ഇപ്പോൾ തന്നെ ഉത്തരവാദിത്വം ഒന്നുകൂടെ കൂടിയിട്ടുണ്ടല്ലോ, നീ ഇങ്ങനെ എല്ലാവരുടെ കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ബിസിയായി പോകുമല്ലോ, അങ്ങനെയാണെങ്കിൽ ഇനി നിന്നെ കണ്ടെങ്കിൽ പുതിയ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. അതിൽ അവന് പറയും ചെയ്യും, എന്ത് ചെയ്യാനാ, എനിക്കിങ്ങനെയൊക്കെ ശീലമായിപ്പോയി, ബാക്കിയുള്ളവരെ കാര്യം നോക്കി അവരുടെ ഇഷ്ടത്തിന് നിൽക്കുക, അതൊക്കെ അങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ യൂച്ചി ഒന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നിൻ്റെ ഇഷ്ടം എന്താ, നീ ബാക്കി എല്ലാ ടൈമും ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്, നിനക്ക് നിൻ്റെതായിട്ടുള്ള കുറച്ച് ഇഷ്ടങ്ങൾ ഉണ്ടാകില്ലേ, അതെന്താ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഇവന് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഫീൽ ആവുകയാണ്. എന്നിട്ട് അവന് പറയും, ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്നെ പറ്റി ഒരാളും മോശം പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ യൂച്ചി പറയും, ഇങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളും സന്തോഷങ്ങളും മറന്നുകൊണ്ട് ബാക്കിയുള്ളവരെ ഇങ്ങനെ അങ്ങോട്ട് സോപ്പിട്ട് നടക്കൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ കാര്യം കുറച്ച് നോക്കുകയൊക്കെ വേണമെന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് പറയുമ്പോൾ ഇവൻ്റെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹങ്ങളും തനിക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു തൻ്റെതായിട്ടുള്ള സമയങ്ങളും എല്ലാം അവനക്ക് ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. അവന് പെട്ടെന്ന് അറിയാതെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങും. എന്നിട്ട് അവന് പറയും ചെയ്യും, ശരിയാ, എനിക്ക് എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ എല്ലാം എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ അവന് പറയുന്നത്, ഓക്കെ ഇനി ഞാൻ കുറച്ച് എൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കും. എന്നാൽ അത് കേട്ടിട്ട് ഇവിടെ യൂച്ചിക്കും ഭയങ്കര സന്തോഷം. യൂച്ചിയും അതിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അവൾ പറയുന്നത്, ഇപ്പോൾ എനിക്ക് എന്തോ ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര ആഗ്രഹം, ഞാനത് ചെയ്യാൻ പോവുകയാണ്, നിനക്ക് തടയണമെങ്കിൽ തടയാമെന്നും പറയുന്നു. എന്നാൽ ഇവനിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതിൽ പെട്ടെന്ന് തന്നെ ഇവൾ അടുത്തോട്ട് വന്നിട്ട് ഇവൻ്റെ കോളർ പിടിച്ച് അങ്ങോട്ട് താഴ്ത്തിയിട്ട് നേരെ ഒരു കിസ്സിങ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അത് കണ്ടതും ഇവന് ആകെ ഞെട്ടിപ്പോയി. എന്നാൽ അവന് അത് തടയാനൊന്നും നിന്നിട്ടില്ല. അവനും ആ ഒരു ഷോക്കിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ഇവനിക്ക് ആ ഒരു ഷോക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ട്. എന്നാൽ അതേസമയം ഇവിടെ ചെങ്ങിൻ്റെ വീട്ടിലെത്തി ഇവരാകെ കുടിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ നിൽക്കുകയാണ്. അവിടുത്തെ ആ ഒരു അക്വേറിയം അതാണ് ഇവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിലുള്ള ഒരു സക്കർ ഫിഷിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഇവിടെ സിയോയും ടീമും എല്ലാം. ലിന്നാണെങ്കിൽ അവരിങ്ങനെ കൺട്രോൾ വരുത്താനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. മൂന്ന് വഴിക്ക് ഓരോ കോപ്രായങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ബേ ലിന്നിനോട് ചോദിക്കുന്നത്, നിനക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന്. ആക്ച്വലി ഇവളാണെങ്കിൽ ഇവളുടെ മേല് ഫുള്ള് വീണിരിക്കുകയാണ് ചെങ്ങ്. അപ്പോൾ അവനെ റൂമിൽ കൊണ്ടുപോയി കിടത്തണം, അവൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവൾ പോകുമ്പോൾ ഇവൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ലിന്നു പറയും, ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം, നീ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പറഞ്ഞയക്കുന്നത്. എന്നാൽ ഇവരാണെങ്കിലോ അപ്പോഴും ഓരോ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ റൂമിലെത്തിയ ബേൻ്റെ മുകളിലോട്ട് ഇവിടെ ചെങ്ങ് അങ്ങോട്ട് വീഴും. എന്നാൽ ഇങ്ങനെ ക്ലോസായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെങ്ങ് പിന്നെ ഇവളെ കിസ് ചെയ്യാൻ വരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് അവൻ അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാൻ പോവുകയാണ്. എന്നാൽ ഡ്രസ്സൊന്നും ഇങ്ങനെ കിട്ടുന്നില്ല, ഭയങ്കര ടൈറ്റായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അതിലവൻ അതും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ ബേ ചിരിച്ചുകൊണ്ട് പറയുന്നത്, നീ എന്തിനുള്ള പുറപ്പാടാണ്, നിന്നെ സ്മെല്ലടിച്ചിട്ട് വയ്യ, നീ ഇവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ അവിടെ നിന്നും മാറ്റിയിട്ട് അവളെ എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോൾ ചെങ്ങ അവളെ വിടുന്നില്ല. അവളെ പിടിച്ചു വെച്ചിട്ട് പറയും, ഓക്കെ എന്നാൽ എനിക്ക് കുറച്ച് നേരം നിന്നെ ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ, പ്ലീസ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ചെങ്ങ അവൻ്റെ മനസ്സ് തുറക്കുന്നത്. അവളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവനിങ്ങനെ പറഞ്ഞ് അവസാനം അവൻ്റെ മനസ്സിലുള്ള കുറച്ച്
കുറച്ച് സങ്കടങ്ങളാണ് പറയുന്നത്. അതായത് ആദ്യത്തെ കാര്യം അവന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അവൾ ഹൈഡ് ചെയ്ത് വെക്കണം, സീക്രട്ടാക്കി വെക്കണം എന്ന് പറഞ്ഞത് അത് ഇവനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവനോട് ഇതിൻ്റെ ഇടയിലും കള്ളം പറഞ്ഞിട്ടുണ്ട്. അതായത് യൂച്ചിയുമായിട്ട് അവൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ ചെങ്ങ് യുവിൻ്റെയും കൂടെ ഇവളെ കണ്ടിട്ടുണ്ടല്ലോ, അത് തന്നോട് കള്ളം പറഞ്ഞതാണ് എന്ന സത്യം അവന് മനസ്സിലാക്കുകയും പിന്നീട് അവനക്ക് ഭയങ്കര വിഷമമാവുകയും ചെയ്തിരുന്നു. എന്നിട്ട് അതൊക്കെ കേട്ട ഇവിടെ ബേക്ക് ഭയങ്കര വിഷമം വരുന്നു. എന്നിട്ട് അവനോട് അതിനോടെല്ലാം സോറി പറയുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവനിക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ആക്ച്വലി അവൻ അത്ര അധികം കള്ള് കുടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വൊമിറ്റ് ചെയ്യാൻ വരുന്നത് കൊണ്ട് തന്നെ ഇവൾക്കത് മനസ്സിലാവുകയും ഇവൾ പെട്ടെന്ന് തന്നെ വാ പൊത്തിപ്പിടിക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ ഏകദേശം അത് മാറി. ഇനി അടുത്ത ദിവസം ഇവരുടെ ഈ ഒരു ലിവിംഗ് റൂം മുഴുവൻ ഇവരെല്ലാവരും കൂടി തലകുത്തി മറിഞ്ഞ് കിടന്നുറങ്ങുകയാണ് എന്നൊക്കെ പറയുന്നത് പോലെ ആകെ കഥകുതയാക്കിയിട്ടാണ് അവിടെ കിടക്കുന്നത്. എന്നാൽ അത് കണ്ടുകൊണ്ടാണ് അവൻ്റെ പാരൻസ് അന്ന് പതിവില്ലാതെ കയറി വരുന്നത്. പാരൻസ് വന്നതും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ഇവരുടെ കിടത്തവും എല്ലാം കണ്ടിട്ട്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ലിനി പെട്ടെന്ന് എഴുന്നേൽക്കുകയും അവൾ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരെ അവിടെ നിന്നും എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒറ്റൊന്നിനും ഒരു ആട്ടവും അനക്കവും ഇല്ലാതെ അങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ്. എന്നാൽ അവളിങ്ങനെ വിളിക്കുന്ന ആ ഒരു സൗണ്ട് എല്ലാം കേട്ടുകൊണ്ട് ഇവിടെ മുകളിലുള്ള ബേയും എഴുന്നേൽക്കുന്നു. ബേക്ക് മനസ്സിലായി എന്തോ താഴെ സംഭവിക്കുന്നുണ്ടെന്ന്. അവൾ പെട്ടെന്ന് തന്നെ ചെങ്ങിനെ വിളിച്ചുണർത്തും. അതിൻ്റെ അമ്മ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. എന്നാൽ ആ ഒരു ബഹളവും എല്ലാം കേട്ടപ്പോൾ അവന് പറയും അമ്മ മാത്രമായിരിക്കില്ല അച്ഛനും ഉണ്ടാകുമെന്ന്. അത് കേട്ടതും ബേ ആകെ പേടിച്ചു പോയി. ഞാനിവിടെ നിന്നാൽ ശരിയാകില്ല, നമ്മൾ രണ്ടുപേരെയും ഇങ്ങനെ കണ്ടാൽ ഭയങ്കര മോശമാണ്, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്ങ് പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചു വെച്ചിട്ട് അതിനെന്താ പ്രശ്നം, അമ്മ ഒരിക്കൽ നിനക്ക് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നില്ല, പിന്നെന്താ അവർ നമ്മളെ ഇങ്ങനെ കണ്ടോട്ടെ, ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ ഇവൾ അവൻ്റെ കൈയൊക്കെ പിടിപിടിപ്പിച്ച് അവൾ പെട്ടെന്ന് തന്നെ പോകാൻ നിൽക്കുമ്പോൾ ഇവന് വിടുന്നതേ ഇല്ല. എന്നിട്ട് പറയും ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഒരുമിച്ച് പോവുക, എന്നാൽ എനിക്ക് അവരുമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കുറച്ച് ഈസി ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ എനിക്കത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഇവൾ പറയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്നെ പറ്റിയുള്ള ആ ഒരു ഇംപ്രഷൻ അത് ഭയങ്കര തെറ്റായ ഒരു രീതിയിലായിരിക്കും. എന്നിട്ട് അവന് പറയുന്നത് അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടായാൽ തന്നെ എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ ഹാപ്പിയാണ് നിൻ്റെ കൂടെ, ഞാനുണ്ടല്ലോ, നിനക്ക് എന്ത് സംഭവിച്ചാലും നിൻ്റെ കൂടെ തന്നെ എന്നും പറയുന്നു. അത് കേട്ടതും ഇവൾക്കും ഭയങ്കര സന്തോഷം, ഇവളും ഹാപ്പി ആവുകയാണ്. ഇനി ഇവിടെ ഒരു വിധത്തിൽ ലിൻ ഇവരെ എല്ലാവരും വിളിച്ചുണർത്തി. അങ്ങനെ അവരൊക്കെ ഇവരെ ഇങ്ങനെ കണ്ടതോട് കൂടിയിട്ട് ആകെ പേടിച്ചിട്ട് പിന്നെ അങ്ങനെ നിൽക്കുകയാണ്. സിയോക്കൊക്കെ അവൻ്റെ പുതപ്പാണ് ഉടുതുണി. ഏതായാലും അവരിങ്ങനെ ആകെ ഞെട്ടിത്തരിച്ചിട്ട് എന്നിട്ട് അവരിങ്ങനെ ഗ്രീറ്റൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അച്ഛനും അമ്മയും ഇവരാരാണ് എന്നൊക്കെ ചോദിക്കുന്നു. ഇവരിതുവരെ ഇവൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെ ഇന്നലെ പാർട്ടി ആയിരുന്നു, പാർട്ടി കഴിഞ്ഞപ്പോഴേക്കും ലേറ്റായി, ഹോസ്റ്റൽ അടച്ചു, അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്നുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അച്ഛൻ ചോദിക്കുകയാണ് ചെങ്ങ് എവിടെയെന്ന്. എന്നാൽ ഇവരിങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ചെങ്ങ് ഇവിടെ ബേൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അവരുടെ ഇടയിലോട്ട് വരുന്നത്. എന്നാൽ ഇങ്ങനെ കണ്ടതോടുകൂടി അച്ഛനക്ക് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിലോ ഒരു കൂസലുമില്ലാതെ അവൻ്റെ ഗേൾ ഫ്രണ്ടാണ് എന്ന് പറയുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോട് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ അച്ഛനിങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഇവൻ്റെ അടുത്തോട്ട് വരുന്ന ആ ഒരു സമയത്ത് അമ്മ അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവരോട് പറയും നിൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇനി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ലല്ലോ എന്ന്. എന്നിട്ട് അവർ നമ്മളെല്ലാവരും ഒരുമിച്ചൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ അവർ വേണ്ട ഞങ്ങളിപ്പോൾ പോവുകയാണ്, ഞങ്ങൾ പിന്നെ വരാമെന്നൊക്കെ പറയും. അവർക്ക് അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. എന്നാൽ അവരിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട് ചെങ്ങ് അവനെ പോകാൻ സമ്മതിക്കരുത്, അവനെ ഇവിടെ നിർത്തണമെന്ന് പറയും. ഇവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവിടെ നിന്നും അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടും. ഒരുത്തനാണെങ്കിൽ അച്ഛൻ്റെ കാലിൻ്റെ തൊട്ട് താഴെയാണ് ഷൂ ഒക്കെ ഉള്ളത്. ആ ഷൂ ഒക്കെ പേടിച്ച് എടുത്ത് എന്നിട്ട് സോറിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. അങ്ങനെ പിന്നെ അവർ പോയി കഴിഞ്ഞ്. എന്നാൽ ചെങ്ങാണെങ്കിലോ ബേനോട് പറയും നമുക്ക് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന്. എന്നാൽ അവൾ വേണ്ട എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്താണ് അമ്മ ഇടപെട്ടുകൊണ്ട് പറയുന്നത് അതെ നമുക്ക് എന്തായാലും ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. എന്നിട്ട് അവളോട് നീ എൻ്റെ കൂടെ ഒരിടം വരെ വാ, എന്നിട്ട് അച്ഛന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ചെങ്ങിനോടും പറയുന്നു. എന്നിട്ട് അവൻ അവിടെ പിടിച്ച് നിർത്തുകയാണ്. അങ്ങനെ പിന്നെ ഇവളെയും കൊണ്ട് അമ്മ പോകുന്നു. എന്നാൽ ഇവനാണെങ്കിലോ അത്യാവശ്യം നല്ല ടെൻഷനുണ്ട്, അച്ഛൻ എന്താ പറയാൻ പോകുക എന്നൊക്കെ ആലോചിച്ചിട്ട്. അച്ഛനാണെങ്കിൽ നല്ല കലിപ്പിലാണെന്നും മനസ്സിലായി. അങ്ങനെ അവനോട് അവിടെ ഇരിക്കാൻ പറയുമ്പോൾ അവൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്. എന്നാൽ അവനോട് പറയുന്നത് തൊട്ടടുത്തോട്ട് ഇങ്ങോട്ട് വന്ന് ഇരിക്കുന്നു. എന്നാൽ അവന് പറയാനുള്ളത് എവിടെയാണെങ്കിലും പറഞ്ഞാൽ പോലെ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുമ്പോൾ അച്ഛൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഇരിക്കാനല്ലേ പറയുന്നത് എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ അവന് അച്ഛൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നു. എന്നിട്ട് പറയുന്ന കാര്യമോ അവന് ഈ ഒരു പഠിത്തം കഴിഞ്ഞാൽ നേരെ വിദേശത്തോട്ട് പോവുകയാണ്, അവിടെയാണ് ബാക്കി പഠിത്തവും ജോലിയും എല്ലാം എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ഇവൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ അങ്ങോട്ട് ദേഷ്യം പിടിക്കും. അച്ഛൻ പറയും നിൻ്റെ ഫ്യൂച്ചറിനും എല്ലാത്തിനും അത് തന്നെയാണ് നല്ലത്,
ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തു, നീ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് അങ്ങോട്ട് വാശി പറയുകയാണ്. അത് കേട്ട് ഇവനും പറയും, എന്നത്തെയും പോലെ അച്ഛന് എൻ്റെ ഈ ഒരു ലൈഫിലും ഇടപെടാൻ തുടങ്ങിയോ എന്ന്. അതിൽ അച്ഛൻ പറയുന്നത്, ഇടപെട്ടാൽ എന്താ, നിൻ്റെ നല്ലത് ഏതാ ചീത്തത് ഏതാ എന്ന് ഞങ്ങൾക്കറിയാം. ഈ ഒരു തെണ്ടി പിള്ളേരുണ്ടല്ലോ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഓടിയ, അവരുടെ കൂടെ നീ ജീവിതകാലം മുഴുവൻ ഇവ നടക്കാനാണോ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ചെങ്ങിന് തീരെ അത് ഇഷ്ടപ്പെട്ടില്ല അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. അതിൽ അവന് പറയുന്നത് അതെൻ്റെ ഫ്രണ്ട്സാണെന്നാ. അതിൽ അച്ഛൻ പറയും, എന്ത് ഫ്രണ്ട്സ്, ഇങ്ങനെ കള്ളും കുടിച്ച് നടക്കുന്ന ഇവരാണോ നിൻ്റെ ഫ്രണ്ട്സ്, ഇവരെ കൂടെ കൂടിയ നീ ഒരിക്കലും പച്ച പിടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ പറയുന്നു. എന്നിട്ട് അവസാനം അച്ഛൻ കട്ടായം പറയുകയാണ്, നീ പഠിത്തം കഴിഞ്ഞിട്ട് നേരെ വിദേശത്തോട്ട് പോകുന്നു, ഇനി ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കഷൻ ഇല്ല, അതാണ് എൻ്റെ ഫൈനൽ തീരുമാനം എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ നിന്നും അച്ഛൻ എഴുന്നേറ്റ് പോവുകയാണ്. അത് കണ്ടതോടുകൂടി ഇവിടെ ചെങ്ങിനൊക്കെ ഭയങ്കര ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വരികയാണ്. ഇനി അമ്മയാണെങ്കിലോ ഈ ബേനെ കൂടുതലായിട്ട് അങ്ങോട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ഒരു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് അങ്ങനെ എന്തിനാണ് അച്ഛനും അമ്മയും വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. ആക്ച്വലി അവർക്ക് ഇനി അവരുടെ പുതിയ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ കുറച്ച് ബിസി ആയിരിക്കും. അപ്പോൾ കുറച്ച് ട്രിപ്പൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. എന്നിട്ട് ഇനി കുറച്ച് കാലം അച്ഛനും അമ്മയും ബിസി ആയിരിക്കുമെന്ന് പറയുമ്പോൾ ഇവനെ പെട്ടെന്ന് തന്നെ പറയും, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല എന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ ബേയും ഒന്ന് ഞെട്ടിക്കൊണ്ട് ഇവനെ നോക്കും. അതായത് ഇവൻ്റെ ലൈഫ് മുഴുവൻ ഇങ്ങനെയാണ്, ഇവർ ഫുള്ള് ബിസി ആയിരിക്കും, ഇവൻ എപ്പോഴും തനിച്ചായിരിക്കും. എന്നിട്ട് ഇവനൊന്ന് റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കൊട്ട് കൊടുത്തുകൊണ്ടാണല്ലോ അവന് പോയത്. അതിൽ പിന്നെ ബേ അമ്മയെ സമാധാനിപ്പിക്കും. അമ്മ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്, അവനക്ക് വിഷമം കൊണ്ട് പറഞ്ഞതാണ് അങ്ങനെയൊക്കെ. എന്നാൽ അമ്മ പറയും, അത് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഇത് അവനിങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് കേട്ട് പരിചയമുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ ഇവരെങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മ. അതിൽ അവൾ പറയുന്നത്, ഞങ്ങൾ ഓൾറെഡി ഒരു കോമിക് ക്ലബ്ബിലെ മെമ്പേഴ്സാണ്, അവിടെ വെച്ചിട്ട് ആണ് പരിചയപ്പെട്ടത്, ഇവന് നല്ല ചിത്രങ്ങളൊക്കെ വരക്കും എന്നൊക്കെ പറയുന്നു. അത് കേട്ടതും അമ്മ പറയും, അതെ, അവനക്ക് കൊച്ചുനാൾ മുതലേ ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്നിട്ട് അവനാണ് ഒരു കോമിക് ക്ലബ്ബിലെ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അമ്മ ആദ്യമായിട്ട് കേൾക്കുകയാണ്, അറിയുകയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ. എന്നിട്ടാണോ, ഞാൻ അറിഞ്ഞില്ല, എനിക്കറിയാലോ, ഞങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു, അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നൊക്കെ ഓരോ ന്യായീകരണങ്ങളും കൊടുക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങാണെങ്കിലോ ആക്ച്വലി അവിടെ ഒരു കൊച്ചുകുട്ടിയെ അവൻ്റെ അമ്മ ഇങ്ങനെ കളിപ്പിക്കുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അവനിക്ക് ഇതൊന്നും കിട്ടാത്ത ഒരു കാര്യങ്ങളായിരുന്നു അവൻ്റെ ലൈഫിൽ. ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ചെങ്ങ ഇവരുടെ ഇടയിലോട്ട് തന്നെ വരുന്നു. അങ്ങനെ അമ്മയാണെങ്കിലോ ഇങ്ങനെ ഇവളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവസാനം ഇവളുടെ വീട്ടിൽ ഇവളുടെ പാരൻസൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അതിൽ പെട്ടെന്ന് തന്നെ ഇവരുടെ ഫാമിലി കാര്യങ്ങൾ അമ്മ ഇങ്ങനെ കുത്തി ചോദിക്കുന്നത് കണ്ടതോടുകൂടി ഇവിടെ ചെങ്ങിന് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുകയാണ്. ചെങ്ങിന് അതിനോട് താല്പര്യമില്ല എന്ന് അവന് കാണിക്കുന്നുമുണ്ട്. എന്നാൽ ബേ അതിനുള്ള മറുപടി കൊടുക്കും, അവളുടെ ഒരു കൊച്ചു ഫാമിലിയാണ്, ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെഡിസിൻ പഠിക്കുന്ന ആൾക്കാരാണ്, അതായത് അവർ നാടൻ വൈദ്യന്മാരാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ. എന്നാൽ അത് കേട്ടതോടുകൂടി അമ്മക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, ഇവർ രണ്ട് ഫാമിലിയും ഒരു ഡോക്ടർ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണല്ലോ. ഇവരാണെങ്കിൽ ഇപ്പോൾ അലോപ്പതിയാണ്, പിന്നെ ഭയങ്കര സംഭവമാണ്, സ്വന്തമായിട്ട് മെഡിസിൻ ഉണ്ടാക്കുന്നവരാണ്, അങ്ങനെയൊക്കെയാണ് ചെങ്ങിൻ്റെ ഫാമിലി. എന്നിട്ട് ചെങ്ങിൻ്റെ അമ്മ പറയുന്നത് ആക്ച്വലി ഇവൻ്റെ അമ്മൂമ്മക്കും ഇങ്ങനത്തെ ഈ ഒരു നാട്ടുവൈദ്യങ്ങളൊക്കെ നല്ല പരിചയമുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് അമ്മ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണോ, ക്ലിനിക്കാണോ, എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ബേ ആകെ വേർത്തൊലിക്കുകയാണ്. അവളെ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കുകയാണ്. കാരണം അവർക്ക് അങ്ങനത്തെ വലിയ സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല. അവളിങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊക്കെ ഇവിടെ ചെങ്ങിനിങ്ങനെ മനസ്സിലാക്കുന്നു. എന്നിട്ട് അവൾ ആ ഒരു കള്ളം മറക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കള്ളം പറയുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവർ ഹോസ്റ്റലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കാറിൽ വെച്ചിട്ട് ബേ ചോദിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ അവർക്കിപ്പോൾ എന്നെ ഇഷ്ടമായിട്ടുണ്ടാകുമോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. അതിൽ ചെങ്ങ് പറയും, പിന്നെ നിന്നെ ഇഷ്ടപ്പെടാതെ നിന്നെ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പറയും. അതിൽ ബേ പറയും, എനിക്ക് അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് നിനക്ക് ഒരിക്കലും മാച്ചുള്ള ഒരു പെണ്ണല്ല, ഞാൻ എന്നെ ക്യാഷ് തന്ന് ഒഴുക്കി വിടും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ പറയും. അങ്ങനെ ഏതായാലും ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ വരുന്ന ഒരു സമയത്താണ് ബേ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നത്. ആക്ച്വലി ഇവന് പഠിക്കാൻ വേണ്ടിയിട്ട് അബ്രോഡിലോട്ട് പോവുകയാണ് എന്നുള്ള കാര്യം അമ്മ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതൊക്കെ കേട്ടിട്ട് ഇവൾ ഭയങ്കര വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഇവനാണെങ്കിലോ ഇവനും ഓൾറെഡി ഇത് അറിഞ്ഞിട്ടല്ലോ. പക്ഷേ ഇവളെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അവൻ അത് മറച്ചു വെക്കുകയാണ്. എന്നിട്ട് അവന് മനസ്സിൽ വിചാരിക്കുന്നത്, ഞാൻ എങ്ങോട്ടും പോകില്ല, ബേൻ്റെ കൂടെ എന്നും ഈ ഒരു അവൻ്റെ സ്വന്തം നാട്ടിലുണ്ടായി എന്നും ഇങ്ങനെ വിചാരിക്കുന്നു. ഇനി അങ്ങനെ ഹോസ്റ്റലെത്തി. എന്നിട്ട് അവരിങ്ങനെ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം കൈ വിടുന്നില്ല. അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ബേ കൈയൊക്കെ വിടിപ്പിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെങ്ങ് വീണ്ടും അവളെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നു. അതിങ്ങനെ ഇവളെ നേൽ വെച്ചിട്ടാണ് കാണുന്നത്. അങ്ങനെ പിന്നെ ബേക്ക് മനസ്സിലാകും അവനക്ക് ഇപ്പോൾ തന്നെ വിടാൻ താല്പര്യമില്ലെന്ന്. അപ്പോൾ തന്നെ അവനെ കിസ് ചെയ്യുന്നു, ഹഗ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പിന്നെ ഗുഡ് ബൈ പറയുന്നത്. അങ്ങനെ ഹോസ്റ്റലിലെത്തിയപ്പോൾ ലിന്നെ അവൾ അത്യാവശ്യം നല്ല കുറുമ്പിലാണ്. ഇവളോട് മിണ്ടുന്ന ഒന്നുമില്ല. കാര്യം പെട്ടെന്ന് തന്നെ ബേക്ക് മനസ്സിലാകും
മനസ്സിലായി എന്തോ കുറുമ്പുണ്ടെന്ന്. എന്നിട്ട് അതിൻ്റെ റീസൺ ചോദിക്കുമ്പോൾ ഇവൾ പറയും, നീ എന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന്. അതിൻ്റെ കുറുമ്പാണ്. അതിൽ ബേ ഇങ്ങനെ സംശയിച്ചുകൊണ്ട് ചോദിക്കും, ഓക്കെ ചിലപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയുമായിട്ട് ഞാൻ ഇന്ന് സംസാരിച്ചല്ലോ, ആ ഒരു കാര്യമാണോ അറിയേണ്ടത് എന്ന് ചോദിക്കുന്നു. അതിൽ അവൾ അതല്ല എന്ന് പറയും. പിന്നെ അവൾ അടുത്ത കാര്യം ചോദിക്കുമ്പോൾ അതുമല്ലെന്ന് പറയും. പിന്നെ എന്താണെന്ന് അവസാനം ബേ തന്നെ ചോദിക്കുമ്പോൾ, നീ അവനുമായിട്ട് റിലേഷൻഷിപ്പിലായ കാര്യം ബാക്കി എല്ലാവരും അറിയുന്നത് പോലെയല്ല ഞാൻ അറിഞ്ഞിട്ടുള്ളൂ, നീ എന്നോട് ഒറ്റയ്ക്ക് ആദ്യം പറഞ്ഞില്ലല്ലോ എന്നതാണ് അവളുടെ വിഷമം. അത് കേട്ടതും ബേ പറയും, ഓ സോറി, എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, നീ ആയിരിക്കും ഇനി ഞാൻ എൻ്റെ എല്ലാ രഹസ്യങ്ങളും ഫസ്റ്റ് അറിയുന്ന ആൾ എന്നൊക്കെ ഇങ്ങനെ അവളെങ്ങനെ പൊക്കിയടിക്കുകയാണ്. അത് കേട്ടതും അവൾക്കും സന്തോഷമായി. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു പ്രശ്നമൊക്കെ ഡീലായി. പിന്നെ ലിനി ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ നിങ്ങളുടെ ആ ഒരു സ്റ്റോറി എനിക്ക് പറഞ്ഞു താ, എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തത് എന്നൊക്കെ. അങ്ങനെ ബേ അത് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് യൂച്ചിയെയും യുയെയുമാണ്. അതായത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഫുഡൊക്കെ മേടിച്ച് തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിലെ ഒരു ഫുഡ് കഴിക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് യൂച്ചി ഇങ്ങനെ എന്താ ഓർഡർ ചെയ്യുക എന്നും വിചാരിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണ് യു പെട്ടെന്ന് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സംഗതി അങ്ങോട്ട് പറയുന്നത്. അത് കേട്ടതും യൂച്ചി ആകെ ഞെട്ടിപ്പോയി. എന്നിട്ട് അവളിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടതോടുകൂടി തന്നെ യു പറയുകയും ചെയ്യും, അന്ന് 2 വർഷം മുന്നേ നീ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഫേവറേറ്റ് ഫുഡ് അതാണെന്ന്. അങ്ങനെ അതിങ്ങനെ ഓർത്ത് ഇവൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഇവൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പിന്നെ ഓർഡറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിക്കുന്ന ആ ഒരു സമയത്താണ് ഇവരുടെ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് ആ ഒരു പഴയ കഥ എന്ന് വെച്ചാൽ ഇവർ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നത് തന്നെ ഈ ഒരു കോമിക് ക്ലബ്ബിൽ. അന്ന് കോമിക് ക്ലബ്ബിൽ ഇവരിങ്ങനെ പുതിയ മെമ്പേഴ്സ് ആയിരുന്നു. അവിടെ വെച്ചിട്ടൊരു കോമ്പറ്റീഷൻ നടക്കുകയും അതിൽ ഇവിടെ ചെങ്ങിനും യൂച്ചിക്കുമായിരുന്നു അവാർഡൊക്കെ കിട്ടിയിരുന്നത്. അത് കൊടുത്തതോ യുവും. അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് യൂച്ചിയുടെ കണ്ണിൽ എന്തോ ഒരു സംഗതി പോകുന്നതും അങ്ങനെ ഇവനിങ്ങനെ കെയർ ചെയ്യുന്നതും അങ്ങനെയൊക്കെ. അങ്ങനെയാണ് ഇവർ പരിചയം. പിന്നീട് അങ്ങോട്ട് ഇവിടെ യൂച്ചിക്ക് ഇവനോട് ഭയങ്കര ക്രഷ് തോന്നുകയും അവളത് പറയാൻ വേണ്ടിയിട്ട് പല സമയത്തും നോക്കുകയും എന്നിട്ട് ആദ്യം തന്നെ അത് പറഞ്ഞത് ക്യാൻറ്റീനിൽ വെച്ചിട്ടും ഇവനിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവന് ഇഷ്ടമാണെന്ന് പറയുന്നു. എന്നാൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പെട്ടെന്ന് തന്നെ അവൻ്റെ ഫുഡ് തൊണ്ടയിൽ അങ്ങോട്ട് കുടുങ്ങും. അങ്ങനെ അവന് ഭയങ്കര സീരിയസ് ആവുകയും ഇവൾ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതോടുകൂടി ഇവനാകെ പേടിച്ച് ഇവളെ എവിടെ കണ്ടാലും അവർ ഓടി ഒളിക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ടാണ് കാണുന്നത്. ഇവന് കളിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ഒരു സമയത്താണ് യൂച്ചി വരുന്നതും യൂച്ചി അവളുടെ കൂടെ കളിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഓൾറെഡി പേടിച്ച് പോവുകയായിരിക്കുമല്ലോ. അങ്ങനെ അവനില്ല എന്ന് പറയുന്നു. പക്ഷെ അത് കേട്ടിട്ട് യൂച്ചി പറയും, നിനക്കെന്താ പെണ്ണുങ്ങളുടെ കൂടെ കളിക്കാൻ പേടിയാണോ എന്ന് ചോദിക്കുന്നു. അത് പിന്നെ അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവന് പെട്ടെന്ന് തന്നെ അവന് കളിക്കാനുണ്ടെന്ന് പറയും. എന്നാൽ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അവൾ ബോൾ അങ്ങോട്ട് അടിച്ചതും നേരെ ഇവൻ്റെ മുഖത്ത് വന്നിട്ട് അങ്ങോട്ട് തട്ടുന്നു. അതോടുകൂടിയിട്ട് അവനക്ക് നന്നായിട്ട് വേദനയായി. അവൻ അവിടെ നിന്നും വീണ്ടും ഓടുന്നു. പിന്നെ അടുത്തതായിട്ട് ഇവളെ കാണുന്നത് ഒരു മഴയത്ത് വെച്ചിട്ടാണ്. ഇവന് ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സമയത്ത് നല്ല മഴ. എന്നാൽ കുടയും കൊണ്ട് വരുന്നത് യൂച്ചിയുടെ കുടയിലോട്ട് കയറാതെ ഇവന് അവളുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എന്നിട്ട് പിന്നെ അവനെ പിടിച്ച് നിർത്തുന്നു. എന്നാൽ ആ ഒരു കുതറി പോകുന്നതിൻ്റെ ഇടയിൽ ഇവൻ അങ്ങോട്ട് വീഴുന്നു. അങ്ങനെ കയ്യും പോയി കിട്ടി. അങ്ങനെ ഇവൻ്റെ മനസ്സിൽ ഇവളെ ഞാൻ എവിടെ വെച്ച് കണ്ടാലും പിന്നെ എനിക്ക് എന്തോ ഒരു അപകടം വരുന്നു എന്ന ഒരു മെൻറ്റാലിറ്റിയാണ്. അതിൽ പിന്നെ ഇവൻ ആ ഒരു ദേഷ്യത്തോടു കൂടി തന്നെ പറയും, നീ എൻ്റെ അടുത്ത് നിന്നൊന്ന് പോയി കിട്ടുമോ, നിന്നെ കാണുമ്പോൾ എനിക്ക് എന്തോ പറ്റുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് നിന്ന് മാക്സിമം മാറി തരണം എന്നൊക്കെ ഭയങ്കര ദയനീയമായിട്ട് പറയുകയാണ്. എന്നാൽ അതിവിടെ യൂച്ചിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയാണ്. അതിലിവൾ ചോദിക്കും, നിൻ്റെ അടുത്ത് നിന്ന് മാറുക എന്ന് പറയുമ്പോൾ എത്ര മാറണം എന്ന്. അതിൽ അവന് പറയും, നിനക്ക് എത്ര അങ്ങോട്ട് മാറാൻ പറ്റുമോ അത്രയും ദൂരം നീ എൻ്റെ അടുത്ത് നിന്ന് പോകണം എന്ന്. അങ്ങനെയാണ് പിന്നെ അവൾ തീരുമാനിക്കുന്നത് അവളെ ഇവിടുത്തെ പഠിത്തം നിർത്തിയിട്ട് അബ്രോഡ് പോയി പഠിക്കാമെന്ന്. അങ്ങനെയാണ് ഇവൾ ആ ഒരു കോളേജും ക്വിറ്റ് ചെയ്ത് പോകുന്നത്. എന്നാൽ അവൾ പോയ വിവരം ഇവൻ അറിയുന്നത് ഒരിക്കൽ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ തൊട്ടു മുന്നിലുള്ള ആ ഒരു കുറച്ച് പെൺകുട്ടികൾ പറയുന്നത് കേട്ടിട്ടാണ്. എന്നാൽ അത് കേട്ട ഇവർക്ക് പിന്നീട് സങ്കടമല്ല, ഭയങ്കര സന്തോഷമാണ് ആകുന്നത്. അവനത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് യൂച്ചി ഇവിടെ ക്ഷമ ചോദിക്കുകയാണ്. അതായത് അന്ന് ഇവനെ ഒരുപാട് ഉപദ്രവിച്ചല്ലോ, അറിയാതെയാണെങ്കിലും ഇവന് ഒരുപാട് അപകടം പറ്റി, അതിനോടൊക്കെ ക്ഷമ ചോദിക്കുന്നു. അവനോട് അന്ന് ചോദിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നത് ഒരിക്കലുമല്ല, അതിൽ എൻ്റെയും ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, ഞാൻ നിന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതാണ്, പിന്നെ ഒരിക്കലും ഞാനും അതും ഒരിക്കലും അങ്ങനെ ആത്മാർത്ഥമായിട്ട് അങ്ങനെ പറഞ്ഞതല്ല, എൻ്റെ അപ്പോഴത്തെ ഒരു ബുദ്ധിയില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ അവനും പറയുകയാണ്. ശേഷം യൂച്ചി പറയുന്നത് ഇന്നലെ നടന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കിസ്സിങ് ഉണ്ടായിരുന്നല്ലോ, അതിനെ പറ്റിയിട്ട് ഇവളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇവിടെ യു പെട്ടെന്ന് തന്നെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു മീറ്റിംഗ് അതിനെപ്പറ്റി സംസാരിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അവന് ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവൻ്റെ ഈ ഒരു ഇൻട്രോ ഒക്കെ കേട്ടിട്ട് യൂച്ചി തെറ്റിദ്ധരിക്കുകയാണ്.
അവന് വീണ്ടും എന്തോ കൊനഷ്ട പറയാൻ പോവുകയാണെന്ന്. അതിൽ പെട്ടെന്ന് തന്നെ ഇവൾ പറയും, സോറി, ഇന്നലെ ഞാൻ ചെയ്തത് അത് തെറ്റായിപ്പോയി, ഞാൻ കള്ളുംപുറത്ത് ചെയ്തതാണെന്ന് പറയുന്നു. എന്നാൽ അത് കേട്ട് ഇവിടെ പറയാൻ നിന്ന യുവും പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടുന്നു. പിന്നെ അവനും ഇവൾ അറിയാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അവൻ പറയാൻ പോയ ആ ഒരു കാര്യം പിന്നെ അവന് മറച്ചു വെക്കുകയാണ്. എന്നിട്ട് അവന് പറയുന്നത് അതെ, അതും എനിക്കും ആ ഒരു കള്ളുംപുറത്ത് സംഭവിച്ചതാണെന്ന്. അങ്ങനെ അവർക്കിടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ആ ഒരു മന്ദഗതിയിൽ തന്നെയാണ് പിന്നെയും പോകുന്നത്. ഇനി അതേസമയം ഇവിടെ സിയോയും ചെങ്ങും കൂടി ഇങ്ങനെ അവരിങ്ങനെ ടെന്നീസൊക്കെ കളിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ചെങ്ങിന് എന്തോ ഒരു വിഷമമുള്ളതുപോലെ, പഴയ ഒരു ഉഷാറൊന്നുമില്ല. അതിൽ സിയോ കാര്യം ചോദിക്കുമ്പോൾ ചെങ്ങ് പറയും അവന് ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തോട്ട് പോവുകയാണെന്ന്. എന്നാൽ അത് കേട്ട സിയോ ഒന്ന് ഞെട്ടും. എന്നിട്ട് നീ എന്തിനാ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ പാരൻസ് അവനെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ സിയോ അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ അല്ല കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ ബേയും അവനും ജസ്റ്റ് റിലേഷൻഷിപ്പിലായിട്ടേ ഉള്ളൂ. പിന്നെ ഇവനിപ്പോൾ തന്നെ പോയി കഴിഞ്ഞാൽ അതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് റേറ്റ് കൂടുതലാണ് എന്നൊക്കെയാണ് അവന് പറയുന്നത്. എന്നാൽ അത് കേട്ട് ഇവിടെ ചെങ്ങിനും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് അധികം അങ്ങോട്ട് ലാസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ. എന്നിട്ട് ആ ഒരു വിഷമം പറയുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ സീനിയർ പെണ്ണ് ചെങ്ങിനെ കാണാൻ വേണ്ടി വരുന്നത്. എന്നിട്ട് അവനോടൊരു കാര്യം പറയാനുണ്ട്, ലൈബ്രറിയിലോട്ട് വരണമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ ലൈബ്രറിയിൽ വെച്ചിട്ട് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇവൾ ചോദിക്കുകയാണ്, നീ എന്നെ ആദ്യമായിട്ട് കണ്ടത് എവിടെയാണെന്ന് അറിയോ എന്ന് ചോദിക്കുന്നു. അതിൽ അവന് പറയും നമ്മുടെ ക്ലാസ്സിൽ വെച്ചിട്ട്. ഇവർ ആക്ച്വലി ഒരു ക്ലാസ്മേറ്റ് ആണല്ലോ. എന്നാൽ ഇവിടെ ഇവൻ പറയുന്നത് അല്ല, എന്നാൽ നമ്മൾ അവിടെ വെച്ചിട്ടല്ല, ഈ ഒരു ലൈബ്രറിയിൽ, ഇപ്പോൾ നമ്മളിരിക്കുന്ന ലൈബ്രറിയിൽ വെച്ച് തന്നെയാണ് കണ്ടതെന്ന് പറയും. അതിൽ ഇവനിക്കൊന്നും ഓർമ്മയില്ല. അതിൽ അവൾ ആ ഒരു കണ്ട ഒരു സാഹചര്യം വിവരിച്ചു കൊടുക്കുകയാണ്. അതായത് ഇവൾ ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഒരു സ്കേർട്ട് ഇട്ട് വരികയും അവളുടെ സ്കേർട്ട് പറക്കുന്നു. എന്നാൽ അത് കണ്ട് കുറച്ച് മോശപ്പെട്ട ആളുകൾ അവളുടെ ആ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ട് ചെങ്ങ് അതിൽ ഇടപെട്ടിട്ട് അവരേക്ക് ആട്ടി ഓടിച്ചിരുന്നല്ലോ. ആ ഒരു കാര്യമൊക്കെ ഇവനോട് പറയുമ്പോഴാണ് ഇവന് പറയുന്നത്, ഓ അത് നീയായിരുന്നല്ലേ എന്നൊക്കെ. അതിൽ ഇവൾ പറയും, അതെ, അത് നിനക്കൊന്നും ഓർക്കാൻ ചാൻസ് ഇല്ല, എനിക്കെന്തോ അതിനുശേഷം നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ നിനക്കും വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവൾ ചെയ്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇവൻക്ക് അതൊക്കെ ആദ്യമായിട്ട് ഇവൻ അറിയുന്നത് പോലെ. എന്നിട്ട് പിന്നെ ഇവന് സോറി പറയുകയാണ്. കാരണം അങ്ങനെ ഒരു പ്രതീക്ഷ ഇവൾക്ക് കൊടുത്തല്ലോ. അതിൽ അവളും പറയേ അതൊന്നും പ്രശ്നമില്ല, പിന്നെ ഞാൻ ഇപ്പം നിന്നെ വിളിച്ചത് എനിക്കൊരു കാര്യം ചോദിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം അവൾ ചോദിക്കുകയാണ്. ഇവനിക്ക് സാധാരണ കള്ളം പറയുന്നവരെയും കള്ളവും ഒന്നും ഇഷ്ടമല്ലല്ലോ. എന്നിട്ട് അത്രത്തോളം വെറുക്കുന്ന ഒരാൾ എങ്ങനെ ഇങ്ങനെ ഒരാൾ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിക്കുന്ന ആ ഒരു സമയത്ത് ഇവനിക്ക് എന്താണ് ഇവൾ പറയുന്നതെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പറയും, അവൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവൾ ശരി ആ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അത് അവളുടെ സാഹചര്യം കൊണ്ടൊക്കെ അങ്ങനെ ആയിപ്പോയതായിരിക്കും അവൾ. പിന്നെ അവൾ ഇപ്പോൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മളൊരു അവസരം കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്ന് ചിരിച്ചിട്ട് പറയും, നിനക്ക് ആദ്യം വേറെ റൂളായിരുന്നു, ഒരു കള്ളവും ഇഷ്ടപ്പെടില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നിനക്ക് ആ ഒരു സാഹചര്യം ഒക്കെ നിനക്ക് അത് കൺസിഡർ ചെയ്യാം, നിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ നീ മാറ്റുകയാണ് എന്ന് പറയുമ്പോൾ അവൻ പറയും, ഒരിക്കലുമല്ല, എനിക്ക് കള്ളം പറയുന്നത് ഭയങ്കര ദേഷ്യമാണ്, അതിലേറെ ദേഷ്യമാണ് എനിക്ക് ആ ഒരു കള്ളം കൊണ്ട് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു ഒരാളുടെ ലൈഫിൽ, അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്യും, വിഷമിക്കും, അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നു. അതിൽ പിന്നെ ഇവൾ പറയുന്നത്, അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കള്ളം പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് ഒരു തരത്തിലുള്ള സെൽഫിഷ്നെസ് അല്ലേ, ഇപ്പോൾ നീയും ചെയ്യുന്നത് അത് തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവന് വിദേശത്തോട്ട് പഠിക്കാൻ പോകുന്ന ആ ഒരു കാര്യം ഇവിടെ എന്തുകൊണ്ട് ബേനോട് മറച്ചു വെക്കുന്നു എന്ന് ചോദിക്കുന്നു. അതായത് ഇവൾ ആക്ച്വലി സിയോനോട് സംസാരിക്കുന്നത് ഇവൾ കേട്ടിട്ടുണ്ട്, ഇവന് വിദേശത്തോട്ട് പഠിക്കാൻ പോകുന്ന കാര്യവും പിന്നെ സിയോനോട് തൽക്കാലം അത് ബേനോട് ഒരിക്കലും പറയരുത് എന്ന് മറച്ചു വെക്കുന്ന കാര്യവും ഒക്കെ. എന്നിട്ട് ഇവൾ പറയും, നീ എത്രയും പെട്ടെന്ന് അത് അവളോട് പറയണം, എന്നിട്ട് നിങ്ങൾ എന്തായാലും ഒരു ഭയങ്കര ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവളുടെ മനസ്സ് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ആവണം, അതിന് നീ ഇപ്പോൾ തന്നെ പറഞ്ഞേ മതിയാകൂ എന്നൊരു കുഞ്ഞൊരു ക്ലാസ്സും എടുത്ത് കൊടുക്കുകയാണ്. എന്നാൽ അതൊക്കെ കേട്ടിട്ട് ഇവിടെ ചെങ്ങ് ഒന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്തൊക്കെയാണെന്ന് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.